ആദ്യം കഴിച്ച് തുടങ്ങാൻ പറ്റിയ സപ്ലിമെൻറ്റ് വേ പ്രോട്ടീൻ ആണോ അതോ ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ് ആണോ? ഹായ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ക്രിയാറ്റിൻ സപ്ലിമെൻ്റ് ആണോ വേ പ്രോട്ടീൻ ആണോ ഏതാണ് മികച്ചതെന്ന് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം. സോ വെൽക്കം ബാക്ക് ടു ഡോഫുഡി. നമുക്ക് തുടങ്ങാം. വേ പ്രോട്ടീനും ക്രിയാറ്റിനുമാണ് വേൾഡിൽ തന്നെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള സപ്ലിമെൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അധികം ആൾക്കാർക്കും ഇത് തമ്മിലുള്ള വ്യത്യാസം അത് അറിയില്ല. അതുകൊണ്ട് തന്നെ ആദ്യമായി ഇത്തരത്തിലുള്ള സപ്ലിമെൻറ്റ് കഴിച്ചു തുടങ്ങാൻ പോകുന്നതിന് മുമ്പേ എല്ലാവർക്കും സംശയം ഉണ്ടാവും. തുടക്കത്തിൽ ആദ്യം വേ പ്രോട്ടീൻ കഴിക്കണോ അല്ലെങ്കിൽ ക്രിയാറ്റിൻ വെച്ച് തുടങ്ങിയാൽ മതിയോ, അതോ ഇത് രണ്ടും ഒരുമിച്ച് തുടങ്ങണോ എന്നുള്ള പലതരത്തിലുള്ള സംശയങ്ങളുണ്ടാവും. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ആ ചോദ്യങ്ങളുടെ ഉത്തരം എന്താണെന്ന് നോക്കാം. ആദ്യം നമുക്ക് വേ പ്രോട്ടീനും ക്രിയാറ്റിനും തമ്മിലുള്ള സിമിലാരിറ്റീസ് പറയാം. രണ്ടും സപ്ലിമെൻ്റ് രൂപത്തിലാണ് അധികം ആൾക്കാരും കഴിക്കുന്നത്. വേ പ്രോട്ടീൻ ആണെങ്കിലും ക്രിയാറ്റിൻ ആണെങ്കിലും രണ്ടും അമിനോ ആസിഡിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. വേ പ്രോട്ടീനിലും ക്രിയാറ്റിനിലും രണ്ടിലും അമിനോ ആസിഡ്സ് ഉണ്ട്. പക്ഷേ അത് രണ്ടും വേറെ വേറെ രീതിയിലാണ്. പ്രോട്ടീൻ പൗഡറിൽ പലതരത്തിലുള്ള അമിനോ ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട്. കൂടുതലായിട്ടും ഇസെൻഷ്യൽ അമിനോ ആസിഡ്സ് ആണുള്ളത്. ക്രിയാറ്റിൻ എന്ന് പറയുന്നത് ഒരു അമിനോ ആസിഡിൻ്റെ ഡെറിവേറ്റീവ് ആണ്. ഈ രണ്ട് തരത്തിലുള്ള സപ്ലിമെൻറ്റ്സ് കഴിക്കുകയാണെന്നുണ്ടെങ്കിലും മസിൽ മാസ് കൂട്ടാൻ സാധിക്കും, സ്ട്രെങ്ത് കൂട്ടാൻ സാധിക്കും, പെർഫോമൻസ് കൂട്ടാൻ സാധിക്കും. ഇത് കൂടാതെ മറ്റ് പലതരത്തിലുള്ള ബെനിഫിറ്റ്സും ഈ രണ്ട് സപ്ലിമെൻറ്റ്സിനും ഉണ്ട്. ഇനി രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറയാം. ആദ്യം ക്രിയാറ്റിനെ കുറിച്ച് പറയാം. ക്രിയാറ്റിൻ നമ്മളുടെ ശരീരത്തിൽ ഉൽപ്പാദിക്കുന്നുണ്ട്. ഇത് കൂടാതെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലും ക്രിയാറ്റിൻ അടങ്ങിയിട്ടുണ്ടാവും. നമ്മളുടെ ബോഡിക്ക് മൂവ് ചെയ്യാൻ മസിൽസ് കൺട്രാക്ട് ചെയ്യണം. അങ്ങനെ മസിൽസ് കൺട്രാക്ട് ചെയ്യണമെങ്കിൽ എനർജി ആവശ്യമുണ്ട്. ഈ എനർജി നമുക്ക് പ്രധാനമായിട്ടും കിട്ടുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അടങ്ങിയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സിലൂടെയാണ്. കാർബോഹൈഡ്രേറ്റ്സിനെ ചെറിയ ഗ്ലൂക്കോസാക്കി മാറ്റും. ആ ഗ്ലൂക്കോസ് മസിലിലെത്തി അതിൽ നിന്നും ATP ഉണ്ടാകുന്ന സമയത്താണ് എനർജി കിട്ടുന്നതും ഈ മസിൽസിനൊക്കെ കൺട്രാക്ട് ചെയ്യാൻ സാധിക്കുന്നതും. പക്ഷേ ATP ഉണ്ടാക്കുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ATP എന്ന് പറയുന്നത് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആണ്. 3 ഫോസ്ഫേറ്റിൻ്റെ ഗ്രൂപ്പ് ഉണ്ടാവും. ഗ്ലൂക്കോസിൽ നിന്ന് നേരെ ATP ഉണ്ടാവുകയല്ല ചെയ്യുന്നത്. അഡിനോസിൻ മോണോഫോസ്ഫേറ്റിൻ്റെ കൂടെ ഒരു ഫോസ്ഫേറ്റും കൂടി ആഡ് ചെയ്യുമ്പം അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ് ആവും, 2 ഫോസ്ഫേറ്റ് ആവും. ഈ അഡിനോസിൻ ഡൈഫോസ്ഫേറ്റിൻ്റെ കൂടെ വീണ്ടും ഒരു ഫോസ്ഫേറ്റും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ഉണ്ടാകുന്നത്. ഇങ്ങനെ ATP ഉണ്ടാക്കുന്ന പ്രോസസ്സിൽ ഈ ഫോസ്ഫേറ്റ് നൽകുന്നത് പ്രധാനമായിട്ടും ക്രിയാറ്റിനാണ്. ക്രിയാറ്റിൻ മസിലിൽ എത്തിക്കഴിഞ്ഞാൽ സ്റ്റോർ ചെയ്യുന്നത് ഫോസ്ഫോ ക്രിയാറ്റിൻ ആയിട്ടാണ്. അപ്പോൾ ക്രിയാറ്റിൻ പ്രധാനമായിട്ടും വർക്ക് ചെയ്യുന്നത് ATP ഉണ്ടാക്കാനുള്ള ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് നൽകിക്കൊണ്ടാണ്. ATP കൂടുതലായിട്ട് ഉണ്ടാകുമ്പം കൂടുതൽ എനർജി ഉണ്ടാകും. കൂടുതൽ എനർജി ഉണ്ടാകുമ്പോൾ മസിൽ കൺട്രാക്ഷൻ നല്ല രീതിയിൽ നടക്കും. മസിൽ കൺട്രാക്ഷൻ നല്ല രീതിയിൽ നടന്നു കഴിഞ്ഞാലാണ് മസിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത്, മസിൽ ഗെയിൻ ഉണ്ടാകുന്നത്, സ്ട്രെങ്ത് കൂടുന്നത്. ക്രിയാറ്റിൻ്റെ സ്റ്റോറ് മസിലിൽ കുറവുള്ള ഒരാളെക്കാളും ക്രിയാറ്റിൻ്റെ സ്റ്റോറ് കൂടുതലുള്ള ഒരാൾക്ക് കൂടുതൽ എനർജി മസിൽസിന് യൂസ് ചെയ്യാൻ സാധിക്കും. അതായത് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് കൂടുതൽ റെപ്പറ്റീഷൻസ് എടുക്കാം, കൂടുതൽ വെയിറ്റ് എടുക്കാം, കൂടുതൽ സ്ട്രെങ്ത് ഉണ്ടാകും, പെർഫോമൻസ് കൂടുതലായിരിക്കും. ഇങ്ങനെയൊക്കെയാണ് ക്രിയാറ്റിൻ വർക്ക് ചെയ്യുന്നത്. ഡയറക്റ്റ്ലി മസിലിൻ്റെ സൈസ് കൂട്ടുകയല്ല ചെയ്യുന്നത്. ഇൻഡയറക്റ്റ്ലി ആ മസിലിന് വേണ്ട എനർജി അത് ക്രിയാറ്റിൻ കൂടുതലായിട്ട് നൽകും. അത് പക്ഷേ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് മാത്രമേ മനസ്സിലാവുള്ളൂ. നമ്മളുടെ ബോഡിയിലുള്ള 90% ക്രിയാറ്റിനും സ്കെലിറ്റൽ മസിൽസിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. യൂസ് ചെയ്യാൻ വേണ്ടി സ്റ്റോർ ചെയ്യുന്നതാണ്. പക്ഷേ ക്രിയാറ്റിൻ മെയിൻലി യൂസ്ഫുൾ ആവുന്നത് എക്സസൈസ് ചെയ്യുന്ന സമയത്താണ്. കുറച്ച് സമയത്തേക്ക് വേണ്ടി പെട്ടെന്ന് എനർജി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അപ്പോഴാണ് നമ്മൾ ക്രിയാറ്റിനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാനോ, കൂടുതൽ സമയം എക്സസൈസ് ചെയ്യാനോ, ഹൈ ഇൻറ്റൻസിറ്റി എക്സസൈസ് ചെയ്യാനും, കൂടുതൽ ദൂരം ഓടാനും, കൂടുതൽ സമയം എക്സസൈസ് ചെയ്യാനൊക്കെ ക്രിയാറ്റിനാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ ഫിറ്റ്നസ് ഗോളിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ എക്സസൈസ് ചെയ്യാനും, സ്ട്രെങ്ത് ഉണ്ടാക്കാനും, അല്ലെങ്കിൽ ഇത്ര വെയിറ്റ് പൊന്തിക്കണം, ഇത്ര സമയം എക്സസൈസ് ചെയ്യണം, ഇത്തരത്തിലുള്ള ബെനിഫിറ്റ്സ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ക്രിയാറ്റിൻ ആയിരിക്കും നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള സപ്ലിമെൻറ്റ്. ക്രിയാറ്റിൻ ഇത് മാത്രമല്ല, ബ്രെയിനിൽ ആക്ട് ചെയ്ത് മെമ്മറി ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്, കോഗ്നിറ്റീവ് പവർ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്, ഏജിങ് സ്ലോ ഡൗൺ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അത്തരത്തിലുള്ള ബെനിഫിറ്റ്സും ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സിനുണ്ട്. നിങ്ങൾക്ക് ക്രിയാറ്റിൻ ഭക്ഷണത്തിലൂടെ കിട്ടുന്നത് കുറവാണ്, നിങ്ങളൊരു പ്യുവർ വെജിറ്റേറിയൻ ആണ്, ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് ആയിരിക്കും. ഇനി നമുക്ക് വേ പ്രോട്ടീനെ കുറിച്ച് പറയാം. വേ പ്രോട്ടീൻ എന്ന് പറയുന്നത് പാലിൽ നിന്നും ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു പ്രോട്ടീനാണ്. പക്ഷേ ഇത് മറ്റു തരത്തിലുള്ള പ്രോട്ടീനേക്കാളും എളുപ്പത്തിൽ ഡൈജസ്റ്റ് ചെയ്യാനും സാധിക്കും. ഇതിൽ അടങ്ങിയിരിക്കുന്ന ഇസെൻഷ്യൽ അമിനോ ആസിഡ്സിൻ്റെ അളവ് മറ്റു തരത്തിലുള്ള പ്രോട്ടീൻസിനേക്കാളും എത്രയോ കൂടുതലാണ്. ഇസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് നിർമ്മിക്കാൻ പറ്റില്ല, പുറത്തുനിന്ന് ഭക്ഷണത്തിലൂടെ തന്നെ കിട്ടണം. പക്ഷേ അങ്ങനെ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് നിങ്ങൾ കുറവാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പ്രോട്ടീൻ ഭക്ഷണത്തിലൂടെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇവിടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് വേ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് ആയിരിക്കും. കാരണം ഒരൊറ്റ സ്കൂപ്പ് വേ പ്രോട്ടീൻ ഐസൊലേറ്റിൽ 25 ഗ്രാമിൻ്റെ മുകളിലേക്ക് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ഇനി പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് എടുക്കുന്ന സമയത്ത് അത് ക്രിയാറ്റിൻ വർക്ക് ചെയ്യുന്ന പോലെയല്ല വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ അത് രക്തത്തിൽ എത്തിക്കഴിഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ ബോഡിയിൽ എല്ലായിടത്തും ഉണ്ട്, മസിൽസിലും എത്തും. പക്ഷേ നിങ്ങൾ എക്സസൈസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും വെയിറ്റ് ട്രെയിനിങ് എക്സസൈസൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മസിൽസ് മെല്ലെ മെല്ലെ ഇഞ്ചേർഡ് ആവുകയാണ് ചെയ്യുന്നത്.
ചെറിയ ഡാമേജസ് നിങ്ങളുടെ മസിലിൽ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നത് തന്നെ ഈ മസിൽ ഡാമേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഡാമേജ്ഡ് ആയിട്ടുള്ള മസിൽസ് റിക്കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ രക്തത്തിൽ പ്രോട്ടീൻ വേണം, ഇസെൻഷ്യൽ അമിനോ ആസിഡ്സ് വേണം, നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് വേണം. ഇത്തരത്തിലുള്ള അമിനോ ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെയാണ് നിങ്ങളെ വേ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ വേ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് മെയിൻലി മസിൽ റീബിൽഡ് ചെയ്യാൻ, മസിൽ റിക്കവർ ചെയ്യാൻ, മസിലിൻ്റെ സൈസ് കൂട്ടാനൊക്കെയാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. വേ പ്രോട്ടീൻ വർക്ക് ചെയ്യുന്നത് നിങ്ങൾ എക്സസൈസ് ചെയ്യുന്ന സമയത്തല്ല. ഏറ്റവും കൂടുതൽ മസിൽ റിപ്പയർ, മസിൽ റിക്കവറി ഇതൊക്കെ നടക്കുന്നത് നിങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്താണ്. ഇനി ഇതിൽ ഏതാണ് ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ഒരുപോലെയല്ല. നിങ്ങളുടെ പ്രിഫറൻസിനനുസരിച്ച്, നിങ്ങളുടെ ഗോൾ എന്താണ് അതിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് കൂടുതൽ സ്ട്രെങ്ത് ആണ്, കൂടുതൽ പെർഫോമൻസ് ആണ് വേണ്ടതെങ്കിൽ ക്രിയാറ്റിൻ ആയിരിക്കും നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള സപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മസിൽസ് ബിൽഡ് ചെയ്യണം, നിങ്ങൾക്ക് ആവശ്യത്തിൽ പ്രോട്ടീൻ ഭക്ഷണത്തിലൂടെ കിട്ടുന്നില്ല, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് വേ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് ആയിരിക്കും. ഇനി വേറെ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, ഒന്നിക്കൽ ക്രിയാറ്റിൻ അല്ലെങ്കിൽ വേ പ്രോട്ടീൻ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടും ഒരുമിച്ച് എടുക്കാം. അത് വേ പ്രോട്ടീൻ തന്നെ ആവണമെന്നില്ല. നിങ്ങൾക്ക് ക്രിയാറ്റിൻ്റെ കൂടെ എന്ത് തരത്തിലുള്ള പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സും എടുക്കാം. അത് നിങ്ങളുടെ ഇൻഡിവിജ്വൽ നീഡിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. നിങ്ങളുടെ ന്യൂട്രീഷൻ റിക്വയർമെൻറ്റ് പോലെ ആയിരിക്കില്ല മറ്റൊരാളുടെ ന്യൂട്രീഷൻ റിക്വയർമെൻറ്റ്. നിങ്ങൾ ചെയ്യുന്ന അത്രയും വർക്കൗട്ട് ആയിരിക്കില്ല മറ്റൊരാൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ നീഡ് എന്താണ്, നിങ്ങളുടെ റിക്വയർമെൻറ്റ് എന്താണ്, അതിനനുസരിച്ചിട്ടാണ് സപ്ലിമെൻറ്റ്സ് എടുക്കേണ്ട ആവശ്യമുള്ളൂ. എത്ര ക്രിയാറ്റിൻ കഴിക്കണം, എത്ര പ്രോട്ടീൻ കഴിക്കണം എന്നുള്ളതും നിങ്ങളുടെ ഡയറ്റിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. ഇനി ഈ പറഞ്ഞ രണ്ട് സപ്ലിമെൻറ്റ്സും തമ്മിലുള്ള മറ്റൊരു ചെറിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, പ്രോട്ടീൻ നിങ്ങൾക്ക് എക്സസൈസിന് ശേഷം, വർക്കൗട്ടിന് ശേഷം കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നന്നാവുന്നത്. ക്രിയാറ്റിൻ നിങ്ങൾക്ക് ഒരു ദിവസം ഏത് സമയം വേണമെങ്കിലും കഴിക്കാം, ഇന്ന സമയമൊന്നുമില്ല. കൺസിസ്റ്റൻ്റായി നിങ്ങൾ എല്ലാ ദിവസവും കഴിക്കുകയാണെങ്കിലാണ് ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സിനെ കൊണ്ട് നിങ്ങൾക്ക് മാക്സിമം ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് നിങ്ങൾ എപ്പോഴാണോ നിർത്തുന്നത് അതോടെ ആ ബെനിഫിറ്റ്സും കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഈ രണ്ട് തരത്തിലുള്ള സപ്ലിമെൻറ്റും സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യുക. ഇപ്പോഴത്തെ നിങ്ങളുടെ ക്രിയാറ്റിനിൻ ലെവൽ എത്രയാണെന്ന് നോക്കുക. നിങ്ങളുടെ കിഡ്നി ഫംഗ്ഷൻ അത് പ്രോപ്പർ ആണോ എന്ന് നോക്കണം. സപ്ലിമെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് 3 മാസം കഴിയുമ്പോൾ വീണ്ടും ടെസ്റ്റ് ചെയ്ത് നോക്കണം. കാരണം വേ പ്രോട്ടീൻ ആണെന്നുണ്ടെങ്കിലും ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ബ്ലഡ് യൂറിയ, ക്രിയാറ്റിനിൻ ലെവൽ ഇതൊക്കെ ചെറുതായിട്ട് കൂടാൻ ചാൻസ് ഉണ്ട്. അത് നമ്മൾ വിചാരിച്ച ലെവലിൽ മാത്രമാണോ കൂടിയിട്ടുള്ളത് അതോ അതിലും കൂടുതൽ പോയിട്ടുണ്ടോ, നിങ്ങളുടെ ബോഡി ഈ രണ്ട് സപ്ലിമെൻറ്റ്സിനെയും എങ്ങനെയാണ് ടോളറേറ്റ് ചെയ്യുന്നത്, ഇതൊക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ടെസ്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങൾക്ക് ഓൾറെഡി കിഡ്നി ഡിസീസസ് ഉണ്ടെങ്കിൽ ഈ രണ്ട് സപ്ലിമെൻറ്റ്സും കഴിക്കാത്തതാണ് നല്ലത്. നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള സപ്ലിമെൻറ്റ് അഡ്വൈസാണ് വേണ്ടതെങ്കിൽ ഡോക്ടേഴ്സുമായിട്ട് ചർച്ച ചെയ്യാം. അതിന് ഹോസ്പിറ്റലിൽ പോകണമെന്നില്ല. ഡോഫോഡി പോലത്തെ ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ആപ്പ് ഉപയോഗിക്കാം. ആപ്പിൻ്റെ ലിങ്കും നിങ്ങൾക്ക് ലൈക്ക് ബട്ടൻ്റെ താഴെ കാണാവുന്നതാണ്. ഇനി എത്ര ഡോസിലാണ് ഈ പറഞ്ഞ രണ്ട് സപ്ലിമെൻറ്റ്സും സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുള്ളതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻഡിവിജ്വൽ ബേസിസിൽ മാറിക്കൊണ്ടിരിക്കും. പക്ഷേ പൊതുവായി പറയുകയാണെന്നുണ്ടെങ്കിൽ ക്രിയാറ്റിൻ നിങ്ങൾക്ക് 3 ഗ്രാം മുതൽ 5 ഗ്രാം ഒരു ദിവസം കഴിക്കാം. ഏത് സമയത്ത് വേണമെങ്കിലും കഴിക്കാം. അത് കഴിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്, അത് ഏത് സമയത്താണ് കഴിക്കുന്നതിനേക്കാളും കൂടുതൽ പ്രാധാന്യം. അതായത് പ്രീ വർക്കൗട്ട് ആയിട്ടാണോ പോസ്റ്റ് വർക്കൗട്ട് ആണോ ക്രിയാറ്റിൻ കഴിക്കുന്നതെന്ന് നോക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് എല്ലാ ദിവസവും ക്രിയാറ്റിൻ കഴിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കൊണ്ടാണ് മാക്സിമം ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നത്. ഇനി വേ പ്രോട്ടീൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പൊതുവായി എല്ലാവർക്കും സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 30 ഗ്രാംസ് ഒരു സ്കൂപ്പ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. വേ ഐസൊലേറ്റ്സ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. വേ പ്രോട്ടീൻ ആണെങ്കിലും പ്ലാന്റ് പ്രോട്ടീൻ ആണെങ്കിലും എക്സസൈസിന് ശേഷം കഴിക്കുന്നതിനെ കൊണ്ടാണ് മാക്സിമം ബെനിഫിറ്റ് എന്നാണ് സ്റ്റഡീസിൽ പറയുന്നത്. ഇനി ബിഗിനേഴ്സിന് പറ്റിയിട്ടുള്ള സപ്ലിമെൻ്റ് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ക്രിയാറ്റിൻ വെച്ചിട്ടും സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് വെച്ചിട്ടും സ്റ്റാർട്ട് ചെയ്യാം. രണ്ടും ഒരുമിച്ചും സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ നേരത്തെ പറഞ്ഞ ടെസ്റ്റുകൾ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആദ്യം എക്സസൈസ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്, പിന്നെ നിർത്തി വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും വേണമെങ്കിൽ ഇത്തരത്തിലുള്ള സപ്ലിമെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യാം. ഇനി ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് എടുക്കുന്ന ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ആദ്യമായിട്ടാണ് വെയ്റ്റ്സ് എടുക്കാൻ പോകുന്നതെങ്കിൽ, വെയ്റ്റ് ട്രെയിനിങ് ആദ്യമായിട്ടാണ് ചെയ്യാൻ പോകുന്നതെങ്കിൽ 10-20 കിലോ ഒക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന് പകരം ക്രിയാറ്റിൻ സപ്ലിമെൻ്റ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ആദ്യം തന്നെ 50 കിലോ എടുക്കാമെന്നൊന്നും വിചാരിക്കരുത്. അത്തരത്തിലുള്ള സൂപ്പർ പവറൊന്നും ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് നിങ്ങൾക്ക് തരുന്നില്ല. അപ്പോൾ ട്രെയിനറിൻ്റെ ഹെൽപ്പും നിങ്ങൾക്ക് വേണം. ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പോസ്ചർ കറക്റ്റാണോ, നിങ്ങളുടെ സ്റ്റാർട്ടിങ് വെയ്റ്റ്സ് കറക്റ്റാണോ, ഇങ്ങനത്തെ പല കാര്യങ്ങളും നോക്കിയിട്ട് വേണം ഏത് തരത്തിലുള്ള സപ്ലിമെൻറ്റ്സ് ആണെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ. കാരണം എന്ത് തരത്തിലുള്ള എക്സസൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മളുടെ ബോഡിക്ക് ഇഞ്ചുറി കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാലും പ്രശ്നമാണ്. എക്സസൈസിനുള്ള ഹാബിറ്റ് ചിലപ്പോൾ നിർത്തേണ്ടി വരും ഇഞ്ചുറി ഉണ്ടായിക്കഴിഞ്ഞാൽ. അപ്പോൾ അത്തരത്തിലുള്ള മേജർ ഇഞ്ചുറീസും അവോയ്ഡ് ചെയ്യുന്ന രീതിയിൽ വേണം എന്ത് തരത്തിലുള്ള സപ്ലിമെൻറ്റ്സും സ്റ്റാർട്ട് ചെയ്യാൻ. എക്സസൈസ് തുടങ്ങുന്നതിന് മുമ്പേ വാമപ്പ് വേണം. എക്സസൈസ് കഴിഞ്ഞാൽ സ്ട്രെച്ചിങ് ചെയ്യുന്നത് നല്ലതാണ്. ഈ പറഞ്ഞ രണ്ട് സപ്ലിമെൻറ്റ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഓരോ സെറ്റിൻ്റെ ഇടയിൽ റെസ്റ്റ് വേണം. നിങ്ങളുടെ ഉറക്കം ശരിയാവണം. നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കൂട്ടേണ്ടി വരും. പ്രോഗ്രസീവ്ലി നിങ്ങൾ എടുക്കുന്ന വെയിറ്റ് അത് കൂട്ടിക്കൊണ്ടുവരണം. നിങ്ങളുടെ ഫോം കറക്റ്റായിരിക്കണം. എക്സസൈസ് ചെയ്യുന്നവർക്കും ചെയ്യാത്തവർക്കും വേണമെങ്കിൽ ഈ പറഞ്ഞ സപ്ലിമെൻറ്റ്സൊക്കെ എടുക്കാം. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്, നിങ്ങൾക്ക് എക്സസൈസ് എന്ന് പറഞ്ഞ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ ആ ശീലം നിലനിർത്തി കൊണ്ടുപോകാൻ, നിങ്ങളെ ബൂസ്റ്റ് ചെയ്യാൻ, നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ,
നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സസൈസിൻ്റെ സമയം കൂട്ടാൻ, നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന വെയിറ്റിൻ്റെ റെപ്പറ്റീഷൻസിൻ്റെ എണ്ണം കൂട്ടാൻ, വെയിറ്റിൻ്റെ നമ്പർ കൂട്ടാൻ, ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും ഈ പറഞ്ഞ 2 സപ്ലിമെൻറ്റ്സും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പം എക്സസൈസ് ചെയ്ത് തുടങ്ങിയിട്ട് ഒരു 3 മാസത്തിന് ശേഷം വേണമെങ്കിൽ വേ പ്രോട്ടീൻ സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം വേണമെങ്കിൽ ക്രിയാറ്റിൻ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ലോങ് ടേം ആലോചിക്കുകയാണെങ്കിലാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ 2 സപ്ലിമെൻറ്റ്സിനെ കൊണ്ടും മാക്സിമം ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നത്. പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സിനെ കുറിച്ചും ക്രിയാറ്റിനെ കുറിച്ചും ഞാൻ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസിനൊക്കെ ലിങ്ക് നിങ്ങൾക്ക് ലൈക്ക് ബട്ടൻ്റെ താഴെയും വൈറ്റമിൻസ് ആൻഡ് സപ്ലിമെൻറ്റ്സ് എന്നൊരു പ്ലേലിസ്റ്റും ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റും നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഈ പറഞ്ഞ സപ്ലിമെൻറ്റ്സിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾക്ക് ചാനൽ മെമ്പർഷിപ്പിൽ കാണാൻ സാധിക്കും. ചാനൽ മെമ്പർഷിപ്പിൽ ലോഗിൻ ചെയ്യാനുള്ള ലിങ്കും നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ കാണാവുന്നതാണ്. നിങ്ങൾക്ക് ഇനി ഏത് സപ്ലിമെൻറ്റ്സിനെ കുറിച്ചാണ് അറിയേണ്ടത്, എന്താണ് നിങ്ങളുടെ സംശയം, ഇതൊക്കെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതിനെക്കുറിച്ച് ഞാൻ വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. നിങ്ങളുടെ കമൻസിനനുസരിച്ചിട്ടാണ് ഞാൻ ഓരോ വീഡിയോയും ചെയ്യുന്നത്. ക്രിയാറ്റിനെ കുറിച്ച് ഇൻഡെപ്തായിട്ട് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിനുമുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള ഈ വീഡിയോ കണ്ടാൽ മതി. അവസാനമായി ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് വാച്ചിങ്. ബൈ.